முடிய செஞ்சுக்குவே மோதிரமா செவப்பாக இருப்பாலே கோப பழமா கலரு இந்த கலரு என்னை இழுக்குதம்மா அருகம்புல் ஆட்ட இப்போ மேயுதம்மா பார்வையால ஆயுரேக தேயுதம்மா இவ காதல் இப்போ ஜோலியத்தான் காட்டுதம்மா கருப்பான கையாலே என்ன பிடிச்சா காதல் என் காதல் பூ பூக்குதம்மா வெள்ளிக்கிழமை 10-12 உன்னை பார்த்தனே அந்த ராகு கால நேரம் எனக்கு நல்ல நேரமே தண்ணியால எனக்கு ஒன்னும் கண்டமில்லையே ஒரு கண்ணியால கண்டம் ஒன்னும் தெரியவில்லையே ஆத்துக்குள்ள மீ பிடிக்க நீச்சல் தெரியணும் காதல் கடலுக்குள்ள முத்தெடுக்க பாச்சல் புரியணும் ஐயா செவப்பாக ஆஹா இருப்பாலே அம்மா செவப்பாக செவப்பாக இருப்பாலே கோப பழமா கலரு இந்த கலரு என்னை இழுக்குதம்மா இரும்பு போல உதட்டு உனக்கு அது நெருங்கு போது கரண்டு போல ஷாக்கு எனக்கு ஹே வெட்டும் புள்ளி தீப்பட்டி போல் கண்ணு உனக்கு நீ பார்க்கும் போது பத்திக்கிச்ச மனசு எனக்கு பூமியில எத்தனையோ பூவு இருக்கு உன் பூ போட்ட பாவாட மேல் எனக்கு கிறுக்கு எம்மா ஆத்தா ஹே ஹே கருப்பான கையாலே என்ன பிடிச்சா காதல் என் காதல் பூ பூக்குதம்மா மனசுக்குள்ள பை புடிச்சு ஆடுதம்மா பகல் கனவு கண்டதெல்லாம் வலிக்குதம்மா இவ காதல் இப்போ ஜோலியத்தான் காட்டுதம்மா கருப்பான கையாலே என்ன பிடிச்சா காதல் என் காதல் பூ பூக்குதம்மா பூக்குதம்மா தன நானா தன நானா എന്ത് പറ്റിയടാ ലാസ്റ്റ് ക്ഷീണിച്ചു പോയാ എന്താ പറ്റിയേ എന്തോ മൊത്തം കൂടെ ഓടുവല്ലായിരുന്നു അപ്പൊ അവസാനം ഒന്ന് ഇരിക്കാൻ സ്ഥലം കിട്ടിയപ്പോ സമാധാനമല്ല എന്തോ ഒരു ക്ഷീണം ഒരു തല ക്ഷീണം 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 പക്ഷെ അതുവരെ ആ ക്ഷീണം വരുന്നതിന് മുന്നേ വരെ നല്ല രസമുണ്ടായിരുന്നു എല്ലാ പരിപാടികളും അടിപൊളിയായിട്ട് ചെയ്തു പാട്ട് മാത്രം പക്ഷെ അവള് പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പാട്ട് ഇച്ചിരി കയ്യിൽ നിന്ന് പോയിന്നുണ്ടായിരുന്നുള്ളൂ ഓക്കെ നമുക്ക് ചോദിച്ചു നോക്കാം ഷാൻ മസ്തി അവളെല്ലാം പറഞ്ഞു കഴിഞ്ഞു പാറു എല്ലാം പറഞ്ഞു കഴിഞ്ഞു മോളെ ഞങ്ങളൊരു 8.5 മാർക്ക് തരുന്നു അഭിപ്രായം എല്ലാം അവള് പറഞ്ഞു വെൽ സെറ്റ് കണ്ടാ ഞാൻ പറഞ്ഞോണ്ട് 8 മാർക്ക് കിട്ടിയില്ലേ കഴിഞ്ഞോ ശരിക്കും കഴിഞ്ഞോ പിന്നെ ഇതിന്റെ അപ്പുറത്ത് എന്ത് പറയാൻ എന്റെ ചക്കരെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു പാട്ട് പെർഫോമൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു പക്ഷെ പാട്ടിനൊരു കുറച്ച് കറക്റ്റാണ് അതാ ഞങ്ങൾക്കും അതാ പറയാനുള്ളത് ഇത് നിന്റെ ശബ്ദത്തിൽ കേട്ട എന്തിനാ ഞങ്ങൾ ഇനി ഞങ്ങളുടെ ശബ്ദത്തിൽ പറയുന്നത് ചക്കരെ പറയാനുള്ളത് പിന്നെ ഞാൻ പറയണ്ടേ അയ്യോ നീ മാത്രം പറഞ്ഞാ മതി നമ്മൾ അതിൽ ഉൾപ്പെടുത്തരുത് ഇതൊക്കെ ആരാ ഷാനാണോ ഷാൻ മസ്തി വൈക എന്തോ നന്നായിരുന്നു മോളെ താങ്ക് യു ഷാനിക്ക പിന്നെ തളർന്നിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഒന്ന് ഇത്രയും ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല ഒരു ഡുവറ്റ് ആണ് അവൾ ഒറ്റയ്ക്ക് എടുത്ത് പാടിയത് ഇതേ പെർഫോമൻസ് ഇപ്പൊ ഒരു മെയില് വേറെ ഫീമെയിൽ വേറെ എന്നായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്യില്ല. ഇത് ഡുവറ്റ് സോളോ ആയിട്ടാണ് വൈഗ പാടിയത്. അതിന് വൈഗ വലിയൊരു കൈയടി കേട്ടോ. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ? ലിറിക്സ് മുത്തുകുമാർ സാർ, പിന്നെ മ്യൂസിക് യുവൻ ശങ്കർ രാജ സാർ, പിന്നെ പാടിയത് രഞ്ജിത്ത് സാറും റോഷ്നി മാമും, സിനിമ താമിരഭരണി.
ഗുഡ്. വെരി ഗുഡ്. മുത്തുകുമാർ മോളെ കേട്ടോ. നാ പറയുമ്പോ മുത്തുകുമാർ. എന്നെ ആ എന്നാന്നല്ല മുത്തുകുമാർ. ഈ അവസാനമായപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഗ്യാസ് ഔട്ട് ആവുന്നത് പക്ഷെ അത്ര നേരം നമുക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. അത് അത്ഭുതമാണ്. കാരണം സാധാരണ രീതിയിൽ ഇങ്ങനെ ടയർഡ് ആവുന്ന ആ ഒരു പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന്. നീ ഇത് അവസാന ശ്വാസം വരെ നീ ഒന്ന് പിടിച്ചു നിന്നു. ആരോട് പാടാനൊന്നും പറഞ്ഞില്ലല്ലോ. അതെ അതെ ഇങ്ങോട്ട് നോക്കിയിട്ട് വെറുതെ ശൂന്യതയിലേക്ക് നോക്കിയിട്ട് ഒന്നും കാണിച്ചില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ ഓക്കെ. ഈ കുടം കൊണ്ടുള്ള പരിപാടി എന്തായിരുന്നു ഉദ്ദേശിച്ചത്? കുളിക്കാൻ പോയതല്ലേ? ആണോ? മക്കളെ കുളിച്ചിട്ട് പിന്നെ കുളിമുറി പൊളിച്ചാണ് ഇറങ്ങി വരുന്നത്. അതെ പൊളിച്ചു വന്നിട്ട് ഞാൻ അറിയാണ്ട് കുളിച്ചെന്ന്. എന്നിട്ട് ആ കുളിമുറിയുടെ ഭിത്തികൾ പകുതിയാക്കി അതിനിടെ കൂടെ ഇറങ്ങി വന്നു. അതിന്റെ മേലെ കൂടെ കസർത്ത് കാണിക്കുന്നു. പക്ഷെ ഈ പറഞ്ഞാൽ കുറെ ആക്ടിവിറ്റീസ് നടന്നു കേട്ടോ. അത് ഈ ഒരു ഡാൻസ് മസ്തി റൗണ്ടില് ഇതൊക്കെ വേണം. പക്ഷെ പാട്ടും വേണം. പിന്നെ ഇത് തന്നെ ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞ സിംഗറാണ് എനിക്ക് വേണ്ടി ഫസ്റ്റ് പാടുന്ന ഒരു സിംഗർ. ഞാൻ ആഡ് ഫിലിംസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ആഡ് ഫിലിമിന്റെ ഡയറക്ടർ ഭാനുപ്രകാശ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കോഴിക്കോട് ബേസ് ചെയ്ത്. നല്ല മനുഷ്യനാണ്. ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. ഉഗ്ര മനുഷ്യൻ. എനിക്ക് ഫസ്റ്റ് ടൈം പുള്ളി ഒരു അവസരം തന്നു. എന്നിട്ട് എന്നെയും കൊണ്ടാണ് പുള്ളി ചെന്നൈയിലേക്ക് പോകുന്നതും. ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റുഡിയോയിൽ കയറുന്നു. ഞാനിങ്ങനെ സ്റ്റുഡിയോ ഒക്കെ നോക്കി എന്താ ഒരു പിടുത്തമില്ല കാരണം നമുക്ക് അതൊന്നും. എന്നിട്ട് സ്റ്റുഡിയോ എഞ്ചിനീയർ എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് ഫോമാറ്റാണ് കൊണ്ടുവന്നത്, അപ്പൊ എന്ത് ഫോമാറ്റാണ് കൊണ്ടുപോകേണ്ടത് എന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വേവ് AIFF എല്ലാം ഒരു CD-യിൽ അടിച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോകണത്. ഞാൻ പറഞ്ഞു സർ ഇതിനകത്ത് എല്ലാ ഫോമാറ്റും ഉണ്ട്, സാറിന് ഏത് ഫോമാറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ സാർ എടുത്തോ. അപ്പൊ എന്നോട് ആദ്യമായിട്ടായല്ലേ സ്റ്റുഡിയോയിൽ വരണേ? ഞാൻ പറഞ്ഞ അതെ ഫസ്റ്റ് ടൈമാണ്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം രഞ്ജിത്ത് വന്നിട്ട്, അപ്പം രഞ്ജിത്തിനൊക്കെ ഭാനുപ്രകാശ് സാറാണ് അറേഞ്ച് ചെയ്യണം. കാരണം എനിക്ക് ആരും അറിയില്ല. ഇപ്പോൾ കാരണം പുള്ളിയുടെ ആഡ് ഇതിന് മുമ്പ് പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയാണ് രഞ്ജിത്ത് വന്നിട്ട് ഈ ഒരു ആഡിൽ വേണ്ടിയിട്ട് എനിക്ക് ഫസ്റ്റ് ഞാൻ ഒരാൾക്ക് എൻ്റെ ട്യൂൺ പറഞ്ഞു കൊടുക്കുന്നത് ഫസ്റ്റ്. അതായത് വിനീതിനൊക്കെ കണ്ടുമുട്ടുന്നതിന് കാലങ്ങൾ മുന്നേ അദ്ദേഹം വന്നിട്ട് ഞാൻ ഒരാൾക്ക് ട്യൂൺ പറഞ്ഞു കൊടുക്കുന്നത് ഫസ്റ്റ് ടൈം ആണ്. അത് ഈ രഞ്ജിത്താണ്. അപ്പം പെട്ടെന്ന് ഈ രഞ്ജിത്ത് എന്ന് കണ്ടപ്പോൾ എനിക്ക് ആ കാലഘട്ടത്തിലേക്ക് പോയി. ഒരു അപ്സ്റ്റെയറിലുള്ള ഒരു സ്റ്റുഡിയോ ഒക്കെ. പിന്നെ നമ്മൾ നന്നായിട്ട് തന്നെ പാടിയത്. പിന്നെ ഇത് ഈ പറഞ്ഞില്ലേ കുറച്ച് ആക്റ്റീവായിട്ട് ചെയ്യേണ്ട ഒരു പാട്ടാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ നേരത്തെ ചെയ്തു വെക്കുക എന്നുള്ളതാണ്. ഈ ഡുവറ്റാണ് എടുത്ത് പാടുന്നത്. അതൊരു റിസ്കി ബിസിനസ്സാണ്. കാരണം ഈ ഡാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ ആ റിസ്ക് നമ്മൾ ഏറ്റെടുത്തു. ഓൾമോസ്റ്റ് ഒരു 80% നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവസാനം വരെ നമുക്ക് ഫീൽ ചെയ്തില്ല. മീൻസ് അതൊക്കെ സ്മാർട്ടായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കൂടെ ചേർത്ത് അവസാനം അങ്ങ് ഫീൽ ചെയ്യും. എല്ലാം കൂടെ ചേർത്ത്. കാരണം അണയ്ക്കാൻ തുടങ്ങി അവള് ഇരുന്നിട്ട് പാടാൻ പറ്റുന്നില്ല. സാധാരണ അല്ലെങ്കിൽ ഇതിനേക്കാളും ആക്റ്റീവായിട്ട് ചെയ്യുന്നതല്ലേ അല്ലേ? ഇതിനേക്കാളും ആക്റ്റീവായിട്ടൊക്കെ വൈകി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഡാൻസ് റൗണ്ടിൽ വരുമ്പോഴാണ് എല്ലാവർക്കും ക്ഷീണം. അല്ലാത്ത വേറെ റൗണ്ടിലൊക്കെ ഡാൻസ് കളിക്കുന്നതുകൊണ്ട് ആർക്കും ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ല, ക്ഷീണമില്ലാത്ത ഒരാളുണ്ട്. പക്ഷെ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്താ? അത് വേണ്ട. ഇത് മറ്റേ ദേവൻ സാർ പറഞ്ഞ ഡയലോഗ് പോലെയല്ല. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, പക്ഷെ ഞാനത് ഇപ്പൊ പറയുന്നില്ല. രണ്ടാമതിരിക്കുന്നവൻ. അപ്പം ഇതാണ് മോളെ. ഇത് ഒരു റിസ്ക് ആയിരുന്നു. കാരണം ഡുവറ്റ് ഒറ്റയ്ക്കെടുത്ത് പാടുന്നു. അത്രയും ലൈൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒരു കേട്ടോ. ബാക്കി പിന്നെ യുവർ വോയിസ് ഹാസ് ദാറ്റ് മാജിക്. ആ പാട്ടിനെ കൊണ്ടുപോകേണ്ട കൃത്യമായിട്ടുള്ള ഒരു വോയിസ് ആണ്. അതുകൊണ്ട് അതെനോൾ ഇസ് ഫൈൻ. പക്ഷെ അവസാനം എത്തിയപ്പോ ആ കിതപ്പ് എന്ന് പറയുന്നത് അത് വല്ലാത്ത കിതപ്പായി പോയി. അത് ചെറിയ അണക്കിലൊന്നുമല്ല. ഞാനത് കയ്യിന്ന് പോയി. അടുത്ത തന്നെ ഞാൻ ഇങ്ങനെയും പിടിച്ചു പോകാൻ പറ്റുന്നില്ല. ഹുസൈൻ ബോൾട്ട് പോലും ഇത്ര ഒരു ഓട്ടം കഴിഞ്ഞിട്ട് ഇത്ര ഉള്ളു മോളെ. ബാക്കിയൊക്കെ നന്നായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു ഷാനിക. ചേച്ചി அந்த பாட்டு கொஞ்சம் பாடி கொடு ஃபர்ஸ்ட், அதுக்கப்புறம் பாடலாம். ചേച്ചി എന്തൊക്കെയോ ആലോചിച്ചിരിക്കാണല്ലോ. ഇത് ഏറ്റവും പോപ്പുലർ ആയ ഒരു ഡിവോഷണൽ സോങ് ആണ്. എല്ലാരീശ്വരി അമ്മ പാടിയ പാട്ടാണ്. ഞാൻ ചെറുപ്പത്തില് ഈ പാട്ട് കേട്ട് വളർന്നതാണ്. അത്രയും പോപ്പുലർ സോങ് ആണ്. അധികം വളർന്നില്ല, 4 അടി അങ്ങാണ്ട്. താങ്ക് യു. கொஞ்சம் பாடியா. കർപ്പൂര നായകിയെ കനകവല്ലി
കാളി മകമായി കരുമാരിയമ്മ പൊற்കോയിൽ കൊണ്ട சிவகாமியம்ம பூவிருந்த வள்ளி தெய்வ யானையம்ம கற்பூர நாயகியே கனகவல்லி காளி மகമായി കരുമാരിയമ്മ. ഇതാണ് പാട്ട്. സത്യത്തില് അമേസിങ്. നമ്മള് ഒരു തിരുവിഴാന്ന് പറഞ്ഞ ഈ ആടിമാസമൊക്കെ പൊങ്കാല എടുത്തില്ല, പൊങ്കാല അതുപോലെ തന്നെ ആടിമാസം വളരെ അമ്പലങ്ങളിൽ. അതെ, അപ്പോൾ എല്ലാ അമ്പലത്തിലും ഈ പാട്ട് ഈ പാട്ടില്ലാതെ ഒരു നിവൃത്തിയില്ല എല്ലാ സ്ഥലത്തും. എന്തുകൊണ്ടോ ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഈ പാട്ട് വെച്ചിട്ടുണ്ട് ഇതില്. വൈഗ എന്തോ ബ്രില്യന്റ് എഫേർട്ടാണ് വൈഗ. ബിക്കോസ് ഒരുപാട് സ്റ്റേജ് പൂരായിട്ട് കവർ ചെയ്തു. പിന്നെ യുനോ ഈ പല്ലവി തിരിച്ച് പാടിപ്പോയല്ലേ അവിടെ പോകുന്നവരെ ഇതൊക്കെ എടുക്കാൻ വേണ്ടി പോയല്ലേ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഈ കൊറിയോഗ്രാഫേഴ്സോട്. ബിക്കോസ് നമ്മള് ഇങ്ങനെ പാടി നടന്ന് അങ്ങനെ പാടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ഒരുപാട് ട്രെയിനിങ് വേണം, അല്ലെങ്കിൽ നല്ല സ്റ്റാമിനാവും. ഇതൊക്കെ ഇല്ലെങ്കിൽ അത് ചെയ്തിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ നമുക്ക് ബ്രത്ത് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഒന്ന് ഈ പാടുന്ന ലൈൻസിൽ കൂടുതൽ സ്റ്റെപ്സോ അല്ലെങ്കിൽ വാക്കിങ്ങോ അങ്ങനെ ഇല്ലാതെ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് വൈൽ സിംഗിങ് ആൻഡ് ബീജിയത്തിൽ കുറച്ചിങ്ങനെ മൂവ്മെന്റ് ഫ്രം ലെഫ്റ്റ് വേറെ കവറിങ് ദ സ്റ്റേജ് അങ്ങനെ ഉണ്ടാവാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അത് കൈവിട്ട് പോവും. അല്ലെങ്കിൽ നല്ല സ്റ്റാമിന ബിൽഡപ്പ് ചെയ്യണം. അതൊരു സ്പെഷ്യൽ ഒരു ശ്രമം നടത്തണം അതിന് വേണ്ടി. പക്ഷെ ഒരുപാട് വൈകാൻ ശ്രമിച്ചു. അത് ആറ്റിറ്റ്യൂഡ് കൊള്ളാം, അടിപൊളിയാണ് കേട്ടോ. ആൻഡ് കാണാൻ എന്തൊരു ഭംഗിയാ മോള്. ഓ മൈ ഗോഡ്, യു കെൻ ഗോ ആൻഡ് പ്രോബ്ലി ആക്ട് ഇൻ സം മൂവി. അങ്ങനെയാണ് എന്തൊരു അത് കാണാനും കേൾക്കാനും നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഓഫ്കോഴ്സ് ആഫ്റ്റർ ഈ നമ്മുടെ ഒരു അനുപല്ലവി കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രശ്നം തുടങ്ങി. അപ്പോൾ അത് മിക്കവാറും ഇത്രയും സ്റ്റെപ്സ് ചെയ്ത് ഇതൊക്കെ ഓർമ്മയിൽ വെക്കണമല്ലേ, ഇത് ചെയ്യണം അത് ചെയ്യണം. അപ്പോൾ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് അല്ലേ മൈൻഡിൽ. ഇത് എല്ലാവർക്കും ചിലപ്പോൾ സംഭവിക്കും. അപ്പോൾ ഈ സ്റ്റെപ്സിൻ്റെ കാര്യം, ഈ കൊറിയോഗ്രാഫീൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റെപ്സ് ചെയ്യാം, പക്ഷെ ഒരു 4 bars എങ്കിലും നമുക്ക് ഗ്യാപ്പ് വേണം ഒരു പാട്ട് തുടങ്ങുന്ന മുമ്പ്. ഒന്ന് നമുക്ക് സെറ്റിൽ ആവണം. ഓക്കെ, അപ്പോൾ വെരി ബ്രില്യൻറ്റ് എഫേർട്ടാണ്. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. മക്കളെ വൈകേ എന്തോ നന്നായിരുന്നടാ, നന്നായിരുന്നു. നമ്മുടെ ക്ഷീണിച്ചൊക്കെ വിട്, അണച്ചു പോയി കൊച്ച്, കുഴപ്പമില്ല. അണയ്ക്കും അമ്മമാരുടെ ചിറക് വിട്ടുണർന്ന് വണ്ണാത്തി കിളികൾ പാടുവിൻ എന്ന് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ആ അണപ്പല്ല ഈ അണപ്പ്, ആ അണപ്പ് ഇങ്ങനെ അണയ്ക്കും അമ്മമാരുടെ ചിറക് വിട്ടുണർന്ന് വണ്ണാത്തി കിളികൾ പാടുവിൻ എന്ന് പണ്ട് ഏതോ പാഠം പഠിച്ചിട്ടുള്ളത് ഓർമ്മയുണ്ട്. മക്കളെ വൈകേ എന്തോ നന്നായിരുന്നു. പാട്ടിന് കിട്ടേണ്ട വികാരം നീ ഡെഫിനറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുളിച്ചിട്ട് ആ ബാത്റൂം അടിച്ച് പൊളിച്ചാൽ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഇങ്ങനെയൊക്കെ എന്നിട്ട് അത് മറ്റേ സൈക്കിൾ ഓടിക്കുന്നത് അതെന്തായിരുന്നു? അത് എന്താണ് അത് ഉദ്ദേശിച്ചത്? അത് കൊടം കൂടെ കയ്യിൽ വേണമായിരുന്നു. എന്നാ അതിനു മുമ്പേ പാട്ട് തീർന്നേനെ. അതിന്റെ നല്ല കാര്യം എന്തോ ദൈവാധീനം ഉണ്ട് മറന്നുപോയി, കുടം മറന്നു എടുക്കാൻ. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ കേറിട്ട് പിന്നെ ബൈക്ക് ഓടിച്ചോണ്ട് ഇതിനോട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയത് എന്തിനാ? ചുമ്മാ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ വേണ്ടി. അത് ഇങ്ങനെ അങ്ങ് ക്ഷീണിക്കരുത് കേട്ടോ. ഇപ്പൊ അനു പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്. ചിലർക്ക് എന്തെങ്കിലും ചെറിയ സ്റ്റെപ്പ് ചെയ്തുകൊണ്ട് പാടിയാലും ക്ഷീണിക്കുകയാണ്. കാരണം നമ്മൾ ഒരു എടുത്ത് പാടുകയല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ശാരീരികമായിട്ടുള്ള ഇതും കൂടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ക്ഷീണിച്ചു പോകും. അത് സ്വാഭാവികം. പ്രത്യേകിച്ച് ടമ്മി വയറുള്ളവർക്ക് ഒരു നിവൃത്തിയില്ല. ഡാൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷീണിക്കും, പിന്നെ വേണ്ട ചെയ്യാൻ. അതുകൊണ്ട് അത് മക്കളൊന്ന് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക. കാര്യം മോളെ നിന്നെക്കുറിച്ച് എനിക്കോ ഷാനിനോ അല്ല അനുവിനോ ഒന്നും അറിഞ്ഞൂടാ. മോക്ക് അറിയാവുന്ന മോളെപ്പറ്റി മോക്ക് നല്ല ധാരണ വേണം. ഞാൻ ഇതിൽ കൂടുതൽ ചെയ്താൽ എൻ്റെ കയ്യിൽ നിന്ന് പാട്ട് പോകും. അപ്പം നീ ചെറുതായിട്ട് നിന്ന് അവിടെ ഒരു ഗ്രേസ്ഫുള്ളായിട്ട് എന്തെങ്കിലും ഞങ്ങളെ പറ്റിക്കാൻ ചെയ്താലും മതി. പാട്ട് കയ്യിൽ കാണും കേട്ടോ. ഇനി അത് മനസ്സിലാക്കുക എല്ലാവരും, കുഞ്ഞുങ്ങളെല്ലാവരും. നിങ്ങൾ പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ശ്വാസം പോയി നാട്ടുകാരെ പാട് നിങ്ങൾ പാട് എന്ന് പറഞ്ഞ് ചിലർ പറഞ്ഞ പോലെ അങ്ങനെ ആവരുത്.
അത് വല്ലാത്തൊരു ഇതായി. അല്ല, ഓരോരുത്തർ വന്നിട്ട് ഓരോന്ന് ഇട്ട് തരുന്നുണ്ട് എന്നുള്ളതാണ്. സരക വന്നിട്ട് ഒന്ന് ഇട്ട് തന്നു, പാറോട വന്നിട്ട് ഒന്ന് ഇട്ട് തന്നു. ഫാൻ ആവശ്യമുള്ള ഒരു സമയമായിരുന്നു. എനിക്കൊന്ന് റിയാലിറ്റി ഷോ ആദ്യമായിട്ടായിരിക്കും പാട്ട് അവിടെ നിന്ന് പാടി. അതെ, റിയാലിറ്റി ഷോ ചരിത്രത്തിൽ ആദ്യമായിട്ട് കണ്ടസ്റ്റന്റ് പാട്ട് നിർത്തിയിട്ട്. അല്ല, ഇത്രയും സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പാടാൻ പറയേണ്ടായിരുന്നു. അയ്യാ പോട്ടെ. മക്കളെ, കുഞ്ഞെ വൈകി എനിക്കിഷ്ടമായി മോളെ. അത് നല്ല എന്താ പറയണ്ട ഒരു കാര്യം. അതൊരു ഭക്തിപ്പാട്ട്. ഇപ്പൊ കർപ്പൂര നായകി എന്നുള്ളത് ഒരു തീവ്രമായ ഭക്തി അമ്മന്റെ പാട്ടാണ്. അതിൽ നിന്ന് നേരെ ഐറ്റം നമ്പർ ഇതിങ്ങോട്ട് വന്നു. അത് രസമല്ലേ? ഇതിപ്പോ നിങ്ങളിപ്പോ മോടെ വീട്ടിൻ്റെ അടുത്ത് അമ്പലം ഉള്ളതുകൊണ്ട് അത് കേട്ടു. ചിലർക്ക് ഇത് അറിഞ്ഞൂടാ. ചിലർക്ക് ഇത് തന്നെയാണ് ഇതിന്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള രൂപമെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. അപ്പൊ അതേ ഉള്ളൂ. താണ്ട കൈവെക്കുന്നു. ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. അത് ചില ഇപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാം. കരളിൻ കിളിമരത്തിൽ കാണാത്ത കൂടുകെട്ടി കവിത പാടി എന്നെ കളിയാക്കും കിളിമകളെ കളിവീട ഏട്ടുണ്ടോ താക്കരുതേ എൻ ഹൃദയം നീ കളിവീടാക്കരുതേ എൻ ഹൃദയം. മക്കൾ കേട്ടുണ്ടോ ഇത്? ഇത് എന്ത് ഹൈലി റൊമാൻറ്റിക് പാട്ടാ മോളെ. കരളിൻ കിളിമരത്തിൽ കാണാത്ത കൂട് കെട്ടി കവിത പാടി എന്നെ കളിയാക്കും കിളിമകളെ കളിവീടാക്കരുതേ എൻ ഹൃദയം നീ കളിവീടാക്കരുതേ. ഒരു സച്ച് എ റൊമാൻറ്റിക് സംഭവം. ഇതേ ട്യൂണാണ്. പമ്പയിൽ കുളി കഴിച്ചു 18 പടി കേറി പവിത്രമാം സന്നിധിയിൽ ചെന്നു ഞാൻ. അത് തന്നെ അതേ ട്യൂൺ തന്നെ. ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. അത് ഭക്തി, ഇവിടെ പ്രേമം, പ്രണയം എല്ലാം ഒന്നാണ്. സംഗീതം അതാണ്. പക്ഷെ എന്ത് രസമുണ്ട് രണ്ടും കേൾക്കാനല്ലേ? അല്ലേ? ഇല്ല, നിനക്ക് ഇഷ്ടപ്പെടില്ലേ മോളെ വായിക്കാൻ? അല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഞാനത് ഡിലീറ്റ് ചെയ്യാൻ പറയാം. ഇല്ല, അത് ഞാൻ പറഞ്ഞത് ഇത് രണ്ടും ഇങ്ങനെ ഉള്ളതുകൊണ്ട് അതൊന്ന് പാടി കേൾപ്പിച്ചതാ കേട്ടോ. അത്രേ ഉള്ളൂ മക്കളെ. എന്തൊക്കെയാണ് കുഞ്ഞിന് എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ. ഇനിയും നിനക്ക് സൗന്ദര്യം വർദ്ധിക്കട്ടെ, ശ്വാസം കൂടുതൽ കിട്ടട്ടെ, ഇതൊക്കെ ഞാൻ പ്രാർത്ഥിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. ഓക്കേ, ഇനി മാച്ച് ചോദിക്കാം. യെസ്, വി ആർ റെഡി. വൈക എന്തോ ഒരു 8.7. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മോളെ വൈക എന്തോ ഒരു 8.8. താങ്ക് യു സർ. ചേച്ചി 8.9. ഓക്കെ, സോ ടോട്ടൽ 17.5.